സക്സസ്ഫുൾ ആയ ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്നത് ഇഫ് യു വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഉടനെ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഫെയിൽ ഫാസ്റ്റ് എന്നാണ് പറയുന്നത്, പെട്ടെന്ന് പരാജയപ്പെടാനാണ് പറയുന്നത്, അത്രയും വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തണം, നല്ലതാണ്. അതുകൊണ്ടത് വന്നു എന്ന് മാത്രം നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വന്നൊന്നും ഒരു കുഴപ്പമില്ല. അത് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആദ്യം തീരുമാനിക്കണം 90 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനിടയ്ക്ക് ചില ആൾക്കാർ 90 ദിവസം ചെയ്തിട്ടുണ്ടാവും. ആ 90 ദിവസം ടോട്ടലാകുന്നത് 6 മാസം കൊണ്ടാണെങ്കിൽ ഒരു കാര്യമില്ല, വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അതായത് നമ്മൾ ചിലപ്പോൾ 10 ദിവസം 15 ദിവസം കാര്യം ഫോളോ ചെയ്യും, അടുത്ത 10 ദിവസം ഫോളോ ചെയ്തില്ല, പിന്നെ 15 ദിവസം ഫോളോ ചെയ്യും. ഇങ്ങനെ പോകുന്നവരെ സംബന്ധിച്ച് ടോട്ടൽ 90 ഡേയ്സ് എന്ന് പറയുന്ന സാധനം എത്തുകയില്ല, വീണ്ടും ഒരു ആദ്യം മുതൽ 90 ഡേയ്സ്. ഏതൊരു കാര്യവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 90 ദിവസം നമ്മൾ അതിൽ തന്നെ നിൽക്കുന്ന ഒരാൾക്കാണ് സക്സസ് ഉണ്ടാകുന്നത്. അതിനകത്ത് ചിലപ്പോൾ 87 ദിവസം ഫെയിലിയർ ആണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു 88ാമത്തെ ദിവസം വരെ വിജയം വരും. ഇങ്ങനെയാണ് സക്സസ് ആകുന്നത് ഏത് ഫീൽഡിലും ഏത് വിഷയത്തിലും. അപ്പോൾ അതുകൊണ്ടല്ലാതെ ആദ്യമേ നമ്മൾ എല്ലാ കാര്യവും വിജയിച്ചും പഠിച്ചൊന്നും എല്ലാവർക്കും വരുന്നത്. ആദ്യം ഫെയിലിയറും മിസ്റ്റേക്കുകളൊക്കെ വരും. TCSൻ്റെയോ ടാറ്റ കൺസൾട്ടൻസിയിലോ ഇൻഫോസിസിലോ അല്ലെങ്കിൽ ആമസോണിലോ അല്ലെങ്കിൽ ഈവൻ നെസ്ലെയോ ഇതുപോലത്തെ കമ്പനികളൊക്കെ പറഞ്ഞാൽ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയേക്കാളും ഡിമാൻഡുള്ള ആ ജോലികൾ പോലും ഇന്ന് ത്രെട്ടിലാണല്ലോ. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് പോലും ചങ്കിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനി ടൈം ജോലി പോകാം. അതായത് 29 വർഷം അതുപോലത്തെ കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരോട് ഒരു പോകാൻ പറയുകയാണ്. പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്പനി ആയതുകൊണ്ട് ഒറ്റയടി ഇന്ന് രാവിലെ പണിയില്ല എന്ന് പറയുന്നില്ല എന്ന് മാത്രം. അവരെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞവരെ ഒരു പയ്യെ സ്നേഹത്തിൽ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ഇപ്പോഴെങ്കിലും പോയാൽ നിങ്ങൾക്ക് പുറത്തൊരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്, കുറച്ചുകൂടെ പ്രായമാക്കി കഴിഞ്ഞാൽ കിട്ടുകയില്ല, പെൻഷൻ കൊടുക്കുന്നൊരു കമ്പനിയാണെന്ന് ഓർക്കണം. അപ്പോൾ അവർ പോലും ഒഴിവാക്കും. അപ്പോൾ ഇത്രയും ഗുരുതരമായ തൊഴിൽ പ്രശ്നം മാർക്കറ്റിലുണ്ട്. അതായത് 29 വർഷം മറ്റും ഇത്രയും നല്ലൊരു കമ്പനിയിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പുറത്തേക്ക് വിട്ടിട്ട് വേറൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് 72 കമ്പനിയിൽ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ പോലും പുള്ളിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ആർക്കും വേണ്ട എന്നാണ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ. ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലേ നമ്മൾ വളരെ ഹാർഡ് വേയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതാണ് ഇനിയുള്ള കാലം. അതായത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആർക്കും വേണ്ട. അതായത് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള പൈസയുടെ ആവശ്യം വരുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 45 വയസ്സ് മുതൽ മുകളിലേക്കാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, വീട് പണി, പേരൻസിൻ്റെ അസുഖം, ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലുമുള്ള അസുഖം, ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യമുള്ളൊരു ഏജാണ് ഒരു 45+. ഈ സമയത്ത് ഒരാളുടെ എക്സ്പീരിയൻസിന് വിലയില്ലാത്ത വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. ഇതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇത്രമാത്രം രോഗങ്ങളും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർക്ക് ഒരു അങ്കലാപ്പാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഇത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം. മൈൻഡ് വർക്ക് ചെയ്യുന്ന ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. നമ്മൾ പലപ്പോഴും വളരെ ലോവറായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും നടക്കാത്തത്. വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നവരും അല്ലാത്തവരും തമ്മിൽ ചെറിയ കാര്യങ്ങളുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ റിസീവിങ് മോഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ വാങ്ങാൻ തയ്യാറായി ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് കാര്യങ്ങളും കിട്ടുകയുള്ളൂ. അത് നമ്മുടെ ചിന്തിക്കാനുള്ള ശക്തി നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക ഓരോ ദിവസവും. നല്ല ചിന്തകൾ നമുക്കുണ്ടാകുന്ന രീതിയിലുള്ള ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ആൾക്കാർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവർ, നിനക്കും പറ്റും അല്ലെങ്കിൽ നിനക്കും വിജയിക്കാൻ പറ്റും എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് മാത്രം കൂട്ടുകൂടുക. നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും തർക്കങ്ങളിലും ഒക്കെ പരമാവധി ഒഴിവായി നിൽക്കുക. വിജയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.